പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് 31 ജൂലൈ. ഒരു മാസം അവസാനിക്കുകയാണ്. ഒരു മാസം നമ്മൾ എത്രത്തോളം ശ്രമിച്ചു, എത്ര സമയം നമ്മൾ മാറ്റിവെച്ച് നമ്മളുടെ സക്സസിന് വേണ്ടി എന്ന് നമ്മൾ ചിന്തിക്കണം. ഓരോ മാസത്തെയും നമ്മളുടെ പ്രയത്നമാണ് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത്. ജെഡിസ് കറണ്ട് അഫേഴ്സും ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് വയനാട് റിമെമ്പേഴ്സ് ലാൻഡ്സ്ലൈഡ് വിക്ടിംസ്. മണ്ണിടിച്ചിലിൽ മരിച്ചവരെ വയനാട് അനുസ്മരിച്ചു. ഇത് ഇന്നത്തെ മിക്കവാറും പത്രങ്ങളിലും വന്നിട്ടുള്ള വാർത്തയാണ്. കാരണം ഇന്നലെയായിരുന്നു വയനാട്ടിലെ ആ ദുരന്തം, അതിൻ്റെ 1ാമത്തെ വാർഷികം. നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. വയനാട്ടിൽ ഉണ്ടായ ഏറ്റവും മാരകമായ പ്രകൃതി ദുരന്തത്തിൻ്റെ 1ാം വാർഷികം ഏത് തീയതിയിലായിരുന്നു? 2025 ജൂലൈ 30. കഴിഞ്ഞ വർഷം ജൂലൈ 30-ാം തീയതിയായിരുന്നു വയനാട്ടിൽ നടന്നിട്ടുള്ള ആ ദുരന്തം. ഏതാണ്ട് 300ഓളം പേര് മരിച്ചിട്ടുള്ള ആ ഒരു ദുരന്തമായിരുന്നു വയനാട്ടിലെ കഴിഞ്ഞ വർഷം. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ വയനാട്ടിൽ 1ാമത്തെ ആ ഒരു ചരമവാർഷികം ആചരിച്ചിട്ടുള്ളത്. 2024 ജൂലൈ 30 വയനാട്ടിൽ ഉണ്ടായ വിനാശകരമായ മണ്ണിടിച്ചിൽ തകർന്ന 2 കുന്നുകൾ ഏതാണ്? മുണ്ടക്കൈയും ചൂരൽമലയും. മുണ്ടക്കൈ ചൂരൽമല എന്ന ആ 2 കുന്നാണ് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത്, അതായത് ജൂലൈ 30-ാം തീയതി മണ്ണിടിച്ചിൽ മൂലം തകർന്നു പോയത്. കഴിഞ്ഞ വർഷം ജൂലൈ 29 ആ പ്രദേശത്ത്, അതായത് മുണ്ടക്കൈ, ചൂരൽമല, അട്ടാമല എന്നീ പ്രദേശങ്ങളിൽ ജൂലൈ 29-ാം തീയതി 200.2 mm മഴയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ആ ഒരു ദിവസം ജൂലൈ 30-ാം തീയതി 372.6 mm മഴ. ആ ഒരു മഴയുടെ ആഘാതമാണ്, അതായത് അത്രത്തോളം മഴ പെയ്തിട്ടുള്ള ആ പ്രദേശങ്ങളാണ് മുണ്ടക്കൈയും ചൂരൽമലയും അന്നത്തെ ആ ദിവസം തകർന്നു പോയിട്ടുള്ളത്. ആദ്യത്തെ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത് ഏതാണ്ട് 1:15 അതിനുശേഷം ഉണ്ടായിട്ടുള്ള മറ്റൊന്ന്. അതിനുശേഷം പിന്നെ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മറ്റൊരു മണ്ണിടിച്ചിലും, വെളുപ്പിൽ 4 മണിക്ക് 3ാമത്തെ മണ്ണിടിച്ചിലും ഉണ്ടായി. ഇതിലൂടെ തന്നെയാണ് നിരവധി പേരാണ് അന്നത്തെ ആ ഒരു മണ്ണിടിച്ചിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഇന്ത്യ US മെയ്ഡൻ സ്പേസ് കൊളാബറേഷൻ നിസാർ പ്ലേസ്ഡ് ഇൻ പ്രിസൈസ് ഓർബിറ്റ്. ഇന്ത്യ US കന്നി ബഹിരാകാശ സഹകരണം നിസാർ കൃത്യമായി ഭ്രമണപഥത്തിൽ സ്ഥാപിച്ചു. ഇന്നലെ ISRO നാസയുടെ ഒരു കൊളാബറേഷനിൽ, അതായത് സംയുക്തമായിട്ട് നടത്തിയിട്ടുള്ള ഒരു ലോഞ്ചിങ് ആയിരുന്നു നിസാർ എന്ന സാറ്റലൈറ്റ്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ISROയും നാസയും തമ്മിലുള്ള ആദ്യ ബഹിരാകാശ സഹകരണം ഏതാണ്? നിസാർ. നിസാർ എന്ന സാറ്റലൈറ്റ് ആണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനും നാസയും തമ്മിലുള്ള ആദ്യത്തെ ഒരു സഹകരണം. നിസാർ എന്നാൽ നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്ന് പറയുന്ന ഈ ഒരു സാറ്റലൈറ്റ് ആണ് ആദ്യമായിട്ട് നാസയും ഇന്ത്യയും തമ്മിലുള്ള ഒരു സഹകരണത്തോടു കൂടി നടത്തിയിട്ടുള്ള ഒരു സ്പേസ് ലോഞ്ചിങ്. GSLV F-16 എന്ന റോക്കറ്റ് ആണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. GSLV എന്നാൽ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. 51.7 മീറ്റർ നീളത്തിലുള്ള GSLV F-16 എന്ന ആ ഒരു റോക്കറ്റ് ആണ്, ആ ഒരു ലോഞ്ച് വെഹിക്കിൾ ആണ് നിസാർ എന്ന ആ സാറ്റലൈറ്റ് ഭ്രമണപഥത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ISROയും നാസയും നിസാർ ഉപഗ്രഹത്തെ വിജയകരമായി ഭ്രമണപഥത്തിലേക്ക് എത്തിച്ചത് ഏത് തീയതിയിലാണ്? 2025 ജൂലൈ 30. ഇന്നലെ ജൂലൈ 30 ഇന്നലെയായിരുന്നു നിസാർ എന്ന സാറ്റലൈറ്റ് നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്ന് പറയുന്ന ഈ സാറ്റലൈറ്റ് ഭ്രമണപഥത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആണിത്. കര, കടൽ, അതുപോലെ തന്നെ ഹിമപാതങ്ങൾ, അതുപോലെ തന്നെ ഐസ് മേഖലയെ കൃത്യമായിട്ട് പഠിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള, അതിസൂക്ഷ്മമായിട്ട് പഠിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു സാറ്റലൈറ്റ് ആണ് നിസാർ എന്ന സാറ്റലൈറ്റ്. 2025 ജൂലൈ 30 നിസാർ ഏത് ഭ്രമണപഥത്തിലാണ് സ്ഥാപിച്ചത്? സൺ സിങ്ക്രോണസ് പോളാർ ഓർബിറ്റ്. ജൂലൈ 30 ഇന്നലെ സാറ്റലൈറ്റ് ആയിട്ടുള്ള നിസാർ നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്ന് പറയുന്ന ഈ സാറ്റലൈറ്റ് സ്ഥാപിച്ചിട്ടുള്ള ഓർബിറ്റ് ആണ് സൺ സിങ്ക്രോണസ് പോളാർ ഓർബിറ്റ്. 2025 ജൂലൈ 30 സ്ഥാപിച്ച നിസാർ എന്ന ഉപഗ്രഹത്തിന്റെ ഭാരം എത്രയായിരുന്നു? 2393 കിലോഗ്രാം. 2393 കിലോഗ്രാം ഭാരമുള്ള ആ ഒരു സാറ്റലൈറ്റ് ആണ് സൺ സിങ്ക്രോണസ് പോളാർ ഓർബിറ്റിലേക്ക് ഇന്ത്യയുടെ ലോഞ്ച് വെഹിക്കിൾ ആയിട്ടുള്ള GSLV F-16 എന്ന് പറയുന്ന ആ റോക്കറ്റ്, 51.7 മീറ്റർ നീളമുള്ള ആ റോക്കറ്റ് സ്ഥാപിച്ചിട്ടുള്ളത്. നിസാർ ഉപഗ്രഹങ്ങൾ എത്ര കിലോമീറ്റർ അകലെയാണ് സ്ഥാപിച്ചത്? ഏകദേശം 745 കിലോമീറ്റർ. 745 കിലോമീറ്റർ മുകളിൽ സൺ സിങ്ക്രോണസ് പോളാർസ് ഓർബിറ്റിലാണ്
2393 കിലോഗ്രാം ഭാരമുള്ള നിസാർ എന്ന നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്ന് പറയുന്ന ഈ സാറ്റലൈറ്റ് ജൂലൈ 30 സ്ഥാപിച്ചിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് എക്സ്റ്റെൻഡഡ് ടു ഓൾ സ്റ്റേറ്റ് റെയിൽവേ മിനിസ്റ്റർ അശ്വിനി വൈഷ്ണവ്. വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് എല്ലാ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചു, റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റെയിൽവേയുടെ ഇപ്പോഴത്തെ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ അഭിപ്രായത്തിൽ ഇന്നിപ്പോൾ വന്ദേ ഭാരത് എക്സ്പ്രസ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജൂലൈ 30 റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞനുസരിച്ച് രാജ്യത്തുടനീളം എത്ര വന്ദേ ഭാരത് ട്രെയിനുകൾ സർവീസ് നടത്തുന്നു? 144 വന്ദേ ഭാരത്. ഏതാണ്ട് 6 വർഷം മുമ്പ് ആരംഭിച്ചിട്ടുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ഇന്നിപ്പോൾ 144 വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് രാജ്യത്തുടനീളം ഓടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ട്രെയിൻ സർവീസിലെ അടുത്തൊരു ചേഞ്ച് ആണ് വന്ദേ ഭാരത് എക്സ്പ്രസ്. അതിൻ്റെ ആ ഡിസൈനും അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള മോഡിഫിക്കേഷൻസും എല്ലാം പറയുമ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ട്രെയിൻ ആണ് വന്ദേ ഭാരത് എക്സ്പ്രസ്. ഇതാണിപ്പോൾ 144 വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് ഈ കഴിഞ്ഞ ദിവസത്തെ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് ജൂലൈ 30 അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. അശ്വിനി വൈഷ്ണവ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ റെയിൽവേ മന്ത്രിയാണ്. വന്ദേ ഭാരത് എക്സ്പ്രസിൽ എത്ര ശതമാനം ജനറൽ നോൺ AC കോച്ചുകളുണ്ട്? 70%. അതായത് വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് പറയുന്ന ഈ ട്രെയിൻ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഒരു ട്രെയിൻ സർവീസ് ആണ്. അതുകൊണ്ട് ഇതിൽ തന്നെ പറയുമ്പോൾ AC കോച്ചുകളുടെ എണ്ണം കുറവും. ഏതാണ്ട് 70% കോച്ചുകൾ അത് നോൺ AC കോച്ചുകളാണ്. അതായത് ജനറൽ കമ്പാർട്ട്മെന്റും നോൺ ACs ആണ്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ഫ്ലാഗ് ഓഫ് ചെയ്തത് ഏത് വർഷത്തിലാണ്? 2019 ഫെബ്രുവരി 15. ന്യൂഡൽഹി വാരണാസി ആയിരുന്നു ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ്. ഇത് ഓടിയിട്ടുള്ളത് 2019 ഫെബ്രുവരി 15 അതായത് ഇപ്പോൾ ഏതാണ്ട് ഒരു 6 വർഷം കഴിഞ്ഞിരിക്കുന്നു വന്ദേ ഭാരത് എക്സ്പ്രസ് ഇതിന്റെ സർവീസ് ആരംഭിച്ചിട്ട്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ മറ്റൊരു ഹെഡിംഗ് ആണ് സേക്രഡ് പിപ്ര റിലിക്സ് ഓഫ് ലോർഡ് ബുദ്ധ റിട്ടേൺ ഹോം ടു ഇന്ത്യ. ബുദ്ധന്റെ പുണ്യ പിപ്ര തിരുശേഷിപ്പുകൾ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. ഇതും ഒരു ലേറ്റസ്റ്റ് ആവട്ടെ വാർത്തയാണ്. മിക്കവാറും എല്ലാ പത്രങ്ങളിലും വന്നിട്ടുള്ള വാർത്തയാണ്. ബുദ്ധന്റെ സേക്രഡ് ആയിട്ടുള്ള പിപ്ര റിലിക്സ് അത് തിരുശേഷിപ്പുകൾ ഇന്ത്യയിലേക്ക് എത്തിയ കാര്യം. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഭഗവാൻ ബുദ്ധന്റെ പവിത്രമായ പിപ്ര അവശിഷ്ടങ്ങൾ ഇന്ത്യയിലേക്ക് ചരിത്രപരമായി തിരികെ കൊണ്ടുവന്നത് ഏത് രാജ്യത്തു നിന്നാണ്? ഹോങ്കോങ്. ഭഗവാൻ ബുദ്ധന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഉത്തർപ്രദേശിലെ പിപ്ര. ഈ ഒരു പ്രദേശത്ത് കണ്ടെത്തിയിട്ടുള്ള ഈ തിരുശേഷിപ്പുകൾ ബുദ്ധന്റെ ഈ ഒരു സേക്രഡ് റിലിക്സ് ഇത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല, അത് ഹോങ്കോങ്ങിലായിരുന്നു. അതാണിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ മിനിസ്ട്രി ഓഫ് കൾച്ചർ അറിയിച്ചിട്ടുള്ളത്. അതായത് ആ ഐറ്റംസ് ഇപ്പോൾ തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തിയൊരു കാര്യം. ഹോങ്കോങ്ങിലായിരുന്നു ഇതുവരെ ബുദ്ധന്റെ സേക്രഡ് പിപ്ര റിലിക്സ്, ബുദ്ധന്റെ പവിത്രമായ പിപ്ര അവശിഷ്ടങ്ങൾ. എത്ര വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യക്ക് ഹോങ്കോങ്ങിൽ നിന്ന് ബുദ്ധന്റെ പവിത്രമായ പിപ്ര അവശിഷ്ടങ്ങൾ ലഭിച്ചു? 127 വർഷം. 127 വർഷത്തിന് മുമ്പ് ഹോങ്കോങ്ങിൽ എത്തിയിട്ടുള്ള ഉത്തർപ്രദേശിലെ പിപ്ര എന്ന സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുള്ള പിപ്ര തിരുശേഷിപ്പുകൾ ഹോങ്കോങ്ങിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയത് 127 വർഷത്തിന് ശേഷമാണ്. ഭഗവാൻ ബുദ്ധന്റെ ഭൗതികാവശിഷ്ടങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ഉത്തർപ്രദേശിലെ പിപ്രയിൽ നിന്ന് ആരാണ് പവിത്രമായ പിപ്ര അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്? 1898 ബ്രിട്ടീഷ് സിവിൽ എഞ്ചിനീയർ വില്യം ക്ലാക്സ്റ്റൺ പെപ്പയാണ്. അതായത് 1898 ബ്രിട്ടീഷ് സിവിൽ എഞ്ചിനീയർ വില്യം ക്ലാക്സ്റ്റൺ പെപ്പെ കണ്ടെത്തിയിട്ടുള്ള ഒന്നാണ് ബുദ്ധന്റെ അവശിഷ്ടങ്ങൾ ഉത്തർപ്രദേശിലെ പിപ്ര എന്ന ഗ്രാമത്തിൽ നിന്നും. അതിനുശേഷം അത് ഹോങ്കോങ്ങിലെത്തുകയും ഇന്നിപ്പോൾ 127 വർഷത്തിന് ശേഷം അത് ഇന്ത്യയിൽ തിരിച്ചെത്തി. ഏത് വ്യാവസായിക ഗ്രൂപ്പിന്റെ പിന്തുണയോടെയാണ് ഇന്ത്യ ഹോങ്കോങ്ങിൽ നിന്ന് ബുദ്ധമത അവശിഷ്ടങ്ങൾ സുരക്ഷിതമായി തിരിച്ചയച്ചത്? ഗോദ്രേജ് ഇൻഡസ്ട്രീസ് ഗ്രൂപ്പ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഗോദ്രേജ് ഇൻഡസ്ട്രീസ് ഗ്രൂപ്പ് സംയുക്തമായിട്ടാണ് പവിത്രമായിട്ടുള്ള ബുദ്ധന്റെ പിപ്ര അവശിഷ്ടങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ വേണ്ടി മുൻകൈയെടുത്തിട്ടുള്ളത്. ഗോദ്രേജ് ഇൻഡസ്ട്രീസ് ഗ്രൂപ്പ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ് മാഗ്നിറ്റ്യൂഡ് 8.7 ഹിറ്റ് റഷ്യ കാംചത്ക പെൻസുല. റഷ്യയിലെ കാംചത്ക ഉപദ്വീപിൽ 8.7 തീവ്രതയുള്ള ഭൂകമ്പം ഉണ്ടായി. ഇന്നലെ
2025 കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഭൂകമ്പം ആയിരുന്നു, ഒരു എർത്ത് ആയിരുന്നു ഉണ്ടായിട്ടുള്ളത്. ഇത് റഷ്യയിലെ കാംചത്ക പെനിൻസുലയിൽ വെച്ചാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജൂലൈ 30 റഷ്യയിൽ ഏത് സ്ഥലത്താണ് 8.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത്? കാംചത്ക പെനിൻസുല. അധികം ആൾതാമസമില്ലാത്ത ഒരു ഉപദ്വീപാണ് കാംചത്ക പെനിൻസുല. ഇവിടെയാണ് 8.8 തീവ്രതയുള്ള ഒരു ഭൂകമ്പം ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു ഭൂകമ്പം 2025 ഏറ്റവും വലിയൊരു ഭൂകമ്പം ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. 2025 ജൂലൈ 30 റഷ്യൻ ഉപദ്വീപിൽ ഉണ്ടായ 8.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം മൂലം സുനാമി തിരമാലകൾ ബാധിച്ച രാജ്യങ്ങൾ ഏതാണ്? ജപ്പാൻ, ഹവായ്, US വെസ്റ്റ് കോസ്റ്റ്. 3 രാജ്യങ്ങൾ. റഷ്യയിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ഭൂകമ്പം ഇതൊരു സുനാമി എന്ന രീതിയിൽ ഏതാണ്ട് 4 മീറ്റർ മുതൽ 6 മീറ്റർ വരെ ഉയരത്തിലെത്തിയിട്ടുള്ള തിരമാലകൾ ഇത് ബാധിച്ച ചില രാജ്യങ്ങൾ ആണ് ജപ്പാൻ, ഹവായ്, US വെസ്റ്റ് കോസ്റ്റ്. 2025 ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും ശക്തമായ ഭൂകമ്പങ്ങളിലൊന്ന് ഏത് സ്ഥലത്താണ് ഉണ്ടായത്? കാംചത്ക പെനിൻസുല, റഷ്യ. 2025 ഏറ്റവും വലിയൊരു ഭൂകമ്പം എന്ന് പറയാൻ സാധിക്കുന്ന ഒരു ഭൂകമ്പം ആയിരുന്നു റഷ്യയിലെ ഉപദ്വീപായിട്ടുള്ള കാംചത്കയിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ തീവ്രതയായിരുന്നു 8.8. സാധാരണയായിട്ട് പറയുമ്പോൾ 6, 6.7 അങ്ങനെയുള്ള തീവ്രത ആണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ ഇതിൽ വലിയൊരു എർത്ത് ആയിരുന്നു. 8.8 സ്കെയിൽ ആണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണെന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ലേഡീസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.